തിരുവനന്തപുരം കോർപ്പറേഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രചരണം നടക്കുകയാണ്. മൂന്ന് മുന്നണികളും ത്രികോണ മത്സരത്തിലേക്ക് മാറിയിട്ടുണ്ട്. മുൻകാല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, കോൺഗ്രസ് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. പണ്ട് തിരുവനന്തപുരത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വെറും 10 സീറ്റാണ്. അവിടെ നിന്നും വീണ്ടും താഴോട്ട് പോകുമോ എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് മുരളീധരൻ തിരുവനന്തപുരത്തേക്ക് വരികയും പിന്നീട് ശബരിനാഥിനെ ഈ കോർപ്പറേഷന്റെ ചെയർമാനായി മേയറായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. മേയർ സ്ഥാനാർത്ഥിയായതിനു ശേഷം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നു. അതോടൊപ്പം തന്നെ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ യുവതി മത്സരിക്കുന്നു. ഇപ്പോൾ ആ യുവതിയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. കള്ള വോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ട ആ യുവതിക്ക് ഇനി മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. അങ്ങനെ കോൺഗ്രസ് എല്ലാം വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ട്. പിന്നീട് മൂന്ന് പാർട്ടികൾക്കും പ്രതിസന്ധിയുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം 2 മരണങ്ങൾ, തിരുമല കേന്ദ്രീകരിച്ച് ഉണ്ടായ 2 മരണങ്ങൾ, ഒരു കൗൺസിലറിന്റെ BJP പ്രവർത്തകന്റെ മരണം, പിന്നീട് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം കോൺഗ്രസിനെയും BJPയെയും വലിയ രീതിയിൽ പിന്നോട്ടടിക്കുന്നുണ്ട്. പക്ഷെ നാം ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് CPM-നെ സംബന്ധിച്ചിടത്തോളമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ തുടർച്ചയായി തന്നെ അധികാരത്തിലിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്. നിലവിലെ മേയറിനെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ, കെടുകാര്യസ്ഥത, ഈ റോഡിൽ തന്നെ KSRTC ബസ് തടഞ്ഞു ഒരു ഡ്രൈവറിന്റെ ജോലി കളഞ്ഞത് ഉൾപ്പെടെ എല്ലാ ആരോപണങ്ങളുമുണ്ട്. ആറ്റുകാൽ പൊങ്കാല, നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ കുറെ പണം എഴുതിയെടുത്തത്, അത്തരത്തിൽ അവരുടെ പേരിലില്ലാത്ത വലിയ ഇല്ലാത്ത ഒരു ആരോപണവും ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനില്ല. അങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ സീറ്റുകളിലേക്ക് കടന്നു കയറാൻ BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും വലിയ ശ്രമം നടത്തുന്നു. നഗരപ്രദേശങ്ങളിൽ, നഗരമണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി ഭരണം പിടിക്കുക, അതോടൊപ്പം തന്നെ CPM-ന്റെ കയ്യിലുള്ള എല്ലാ സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി കേന്ദ്രങ്ങൾ തീരപ്രദേശമാണ്. ആ തീരപ്രദേശങ്ങളിലെ ചില സീറ്റുകൾ നേടിയാണ് കഴിഞ്ഞ തവണ CPM തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത്. ആ തീരപ്രദേശം ലക്ഷ്യമിട്ടാണ് ഇന്ന് കോൺഗ്രസ് നീങ്ങുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ കൃത്യമായ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ 2020 നഷ്ടപ്പെട്ട ആ തീരദേശ മണ്ഡലങ്ങൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമ്പോൾ തീരദേശ മണ്ഡലങ്ങളിൽ BJPയുടെ സ്വാധീനം കുറവാണ്. അപ്പോൾ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഈ CPM-നാണ്. മറിച്ച് നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് പറയുമ്പോഴും അവർക്കവിടെ സംഘടനാ സംവിധാനമില്ല. ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നാം എങ്ങനെയാണ് അറിയുന്നത്? ഒരു പോസ്റ്ററിലൂടെ, അല്ലെങ്കിൽ ചുവരെഴുത്തിലൂടെ, വീട്ടിലുള്ള പ്രചരണ യോഗങ്ങളിലൂടെ. അപ്പോൾ ഇതിനൊന്നും ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ല, അതിനുള്ള ഫണ്ടില്ല. അങ്ങനെ സംഘടനാ സംവിധാനം പൂർണ്ണമായും കോൺഗ്രസിന് ഇന്ന് തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശങ്ങളില്ല, മറിച്ച് തീരപ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, തീരപ്രദേശങ്ങളിലെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് നഷ്ടം സംഭവിക്കാൻ പോകുന്ന LDF ആണ്. നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ LDF-ഉം BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കും. അതിലാര് ജയിക്കും? അങ്ങനെ അതിലാര് ജയിക്കുമെന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട CPM-ആണ് പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ട അറിയപ്പെടുന്ന കഴക്കൂട്ടം പ്രദേശങ്ങളാണ് എല്ലാ കാലത്തും കഴിഞ്ഞ 2015-ലും 20-ലും BJPയെ തടഞ്ഞത്. അവർക്ക് നിയമമണ്ഡലങ്ങളും, നേമത്തും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, ഈ 3 മണ്ഡലങ്ങളിൽ അവർക്ക് കൃത്യമായി തന്നെ തങ്ങളുടെ ശക്തി, അതോടൊപ്പം തന്നെ വളർച്ച കാണിക്കാനും അതോടൊപ്പം തന്നെ സീറ്റുകൾ പിടിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. കഴക്കൂട്ട മണ്ഡലങ്ങളിലേക്ക് മണ്ഡലത്തിന്റെ വിവിധ മേഖലയിൽ കൗൺസിലർമാരെ അവർക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല. അവിടെ ഉരുക്കുകോട്ടയായി നിൽക്കുന്ന CPM-ന്റെയാണ്. അവിടെയാണ് പല വിമതരും പ്രത്യക്ഷപ്പെടുന്നത്. കടകംപള്ളിക്കെതിരെ വനിതകളടക്കമുള്ളവർ രംഗത്ത് വരികയാണ്. കടകംപള്ളി സുരേന്ദ്രൻ BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാണ് വനിതകൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാന രംഗത്തെത്തിയിരിക്കുന്നത് ദേശാഭിമാനി പത്രം തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫ് ശ്രീകണ്ഠനാണ്. CPM വിമതനായി മത്സര രംഗത്തുള്ളത്. അദ്ദേഹവും വിമർശനം ഉന്നയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ MLA-യോട്
ഉള്ള പ്രതിഷേധ സൂചകമായാണ് താൻ മത്സരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപ് പല വനിതകളും ഇത്തരത്തിൽ റിബലായി മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉന്നയിക്കുന്നതും പ്രതിസന്ധി നിൽക്കുന്നതും കഴക്കൂട്ടത്താണ്. ഇത് ആ നഗരഹൃദയങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ച് BJPക്കുള്ള ഒരു വഴി തുറക്കലാണ്. ആ പ്രദേശങ്ങളിൽ CPMന് തിരിച്ചടി നേരിടുകയാണെങ്കിൽ അത് മുതലാക്കാൻ കഴിയുള്ള ഒരു പാർട്ടി BJP മാത്രമാണ്. കോൺഗ്രസിന് അവിടെ സംഘടനാ സംവിധാനമില്ല. നാം തുടർച്ചയായി തന്നെ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ അത് കോർപ്പറേഷൻ ആയാലും നിയമസഭയായാലും ലോക്സഭയായാലും നോക്കിയാൽ അവിടെ BJPയുടെ സ്വാധീനം കാണാം. ഒന്നാമതല്ലെങ്കിൽ രണ്ടാം സ്ഥാനം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത് ഈ BJPയാണ്. ആ ഘട്ടത്തിലാണ് CPMന് പ്രതിസന്ധി ഉണ്ടായാൽ അത് മുതലെടുക്കാനുള്ള കൃത്യമായ സംഘടനാ സംവിധാനം BJPക്ക് കഴക്കൂട്ടത്തുണ്ട്. അതെന്തുകൊണ്ട് ഈ നേതാക്കൾ തിരിച്ചറിയുന്നില്ല? അവർ അവരുടെ വ്യക്തി താല്പര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും കോർപ്പറേഷനിലെ ഇപ്പോൾ തൃശ്ശൂരിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കരുവന്നൂരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കോൺഗ്രസിലെ തമ്മിലടികൾ, ആ തമ്മിലടിയും ഈ അഴിമതിയും കാരണമല്ലേ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ അവിടെ 75,000-ലധികം ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തൃശ്ശൂർ മോഡൽ തന്നെയാണ് CPMും കോൺഗ്രസും തിരുവനന്തപുരത്തും ഉദ്ദേശിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനപ്പെട്ട ADGP അടക്കമുള്ള DGP അടക്കമുള്ളവരെ മത്സരിക്കാൻ രംഗത്തിറക്കിയിട്ടുണ്ട്, യുവാക്കളെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിനാഥിനെതിരെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി അദ്ദേഹം പല മണ്ഡലങ്ങളിലും നിന്ന് അട്ടിമറികൾ കാണിച്ച് തൻ്റെ ശക്തി തെളിയിച്ചൊരു നേതാവാണ്. CPMന്റെ മേയർ സ്ഥാനാർത്ഥിയെ ജയൻ ബാബുവിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം തൻ്റെ കരുത്ത് തിരുവനന്തപുരത്ത് കാണിച്ചിട്ടുള്ളത്. ആ നേതാവ് തന്നെയാണ് ശബരിനാഥിനെതിരെ മത്സരിക്കുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ജയിച്ചത് 1-2 വോട്ടുകൾക്കാണ്. അങ്ങനെ 1-2 വോട്ടുകൾക്ക് ജയിച്ച ആ മണ്ണിൽ സ്വാഭാവികമായി ശബരിനാഥ് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ നേതാവ് പലയിടങ്ങളിൽ പോയി ഇതിനേക്കാൾ കമ്മ്യൂണിസ്റ്റിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോയി വിജയം കൊയ്തിട്ടുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ശബരിനാഥിനെതിരെ മത്സരിക്കുന്നത്. ആ നേതാവിന് എന്തായാലും CPMനെ പരാജയപ്പെടുത്താമെങ്കിൽ പുഷ്പം പോലെ തന്നെ ശബരിനാഥിനെ പരാജയപ്പെടുത്താം. ശബരിനാഥും അവിടെ പരാജയപ്പെടും. കോൺഗ്രസിന് നേടാൻ കഴിവുള്ള സീറ്റുകൾ ഈ തീരപ്രദേശത്ത് മാത്രമായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഒരു തൂക്കുസഭയ്ക്ക് സാധ്യതയുണ്ട്. തൂക്കുസഭ ഒരു തരംഗത്തിലേക്ക് പോകുകയാണെങ്കിൽ BJPക്ക് 50-ൽ മുകളിൽ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള ചരിത്രത്തിലാദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം അത് BJPക്ക് തിരുവനന്തപുരത്ത് കിട്ടും. ഈ തിരുവനന്തപുരത്ത് ആയിരുന്നു BJPക്ക് ആദ്യമായും ഒരു സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞത്, ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ഈ തിരുവനന്തപുരം ജില്ലയിലാണ്. അതൊരു ചരിത്രമാണ്. BJPക്ക് ആദ്യമായി ഒരു MLA ലഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ മറ്റൊരു ചരിത്രത്തിലേക്കാണോ ഈ CPMും കോൺഗ്രസും BJP എത്തിക്കാൻ പോകുന്നതെന്നും നാം ഇനി വരും ദിവസങ്ങളിൽ, ഇനി ഒരു മാസവുമില്ല, അതിനു മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നു. തിരഞ്ഞെടുപ്പ് റിസൾട്ടും വരും. അപ്പോൾ നമുക്ക് കൃത്യമായി അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.